ഹായ്, എല്ലാവരും വീട്ടിൽ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അപ്പം ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ പച്ചക്കറി കൃഷിയേക്കാൾ നല്ലൊരു ആൾട്ടർനേറ്റീവ് വേറെ ഇപ്പോൾ ലോകത്താരും തന്നെ കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റിക്കായാലും നമ്മുടെ വരുമാന മാർഗമായിട്ടാണെങ്കിലും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരുപാട് ഉന്മേഷവും ആനന്ദവും വരുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും എല്ലാ കാര്യത്തിലും പച്ചക്കറി കൃഷി വളരെയധികം മുമ്പിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് പച്ചക്കറി കൃഷിയിൽ എങ്ങനെ അധികം ഈ പെസ്റ്റിസൈഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാണ്ട് തന്നെ ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് തന്നെ നമുക്ക് എങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റീവ് ആക്കാം എന്നതിനെ പറ്റി ചെറിയൊരു കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പം എല്ലാവരും ദയവായി വീഡിയോ ഫുള്ള് കാണുക. അപ്പം നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന കാര്യം ഫിഷ് അമിനോ ആസിഡാണ്. ഫിഷ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെപ്പോഴും കിട്ടുന്ന കുറച്ച് വസ്തുക്കൾ ഉപയോഗിച്ചാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് മീനും ശർക്കരയും വെള്ളവും മാത്രമാണ്. ബാക്കി ഒരു സംഭവങ്ങളും ഇല്ല. വളരെ സിമ്പിളായിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്കിത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. മെയിനായിട്ട് നമ്മളിവിടെ ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല, ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. മീനിൻ്റെ വേസ്റ്റാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മളിപ്പം മത്തിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മത്തിയും ശർക്കരയും വെള്ളവും മാത്രമേ ഇതിന് യൂസായി വരുന്നുള്ളൂ. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പം കുറച്ച് പ്രിക്കോഷൻ ഉണ്ട്. അല്ലാണ്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ചെടിക്ക് കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം 2 പ്രിക്കോഷൻ ഉണ്ട്. ഇത് നമുക്ക് 2 രീതിയിൽ തളിക്കാം. ഒന്ന് ചെടിയുടെ ഇലകളിൽ തളിക്കാം, 2 ഇതിൻ്റെ ചെടി ചുവട്ടിൽ തളിക്കാം. ചെടിയുടെ ഇലകളിൽ തളിക്കാനാണെങ്കിൽ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് ഫിഷ് അമിനോ ആസിഡ് 2 ml എടുക്കുക. അത് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് ചെടികളുടെ ഇലയിൽ തളിച്ചു കൊടുക്കുക. ഇത് ചെടി ചോട്ടിലായിട്ടാണ് യൂസ് ചെയ്യാനാണെങ്കിൽ 5 ml 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് തളിച്ചു കൊടുക്കുക. അതിൻ്റെ ചെടി ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് കുറച്ച് കൂടുകയോ കുറയുകയോ ചെയ്താൽ സംഭവം അബദ്ധമായി പോകും. അതുകൊണ്ട് അളവൊക്കെ എല്ലാവരും കൃത്യമായിട്ട് യൂസ് ചെയ്യുക. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഇതിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കാനാണെങ്കിൽ അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അതാണ് ഇപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഫിഷ് അമിനോ ആസിഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് വെറും 2 ഇൻഗ്രീഡിയൻസ് മതി. അതാണ് കടൽ മീനും പിന്നെ ശർക്കരയും. കടൽ മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത് മത്തി അല്ലെങ്കിൽ ചാള എന്ന് പറയുന്ന മീനാണ്. അപ്പോൾ ഇതിവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ മീനായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പിന്നെ ഫിഷ് വേസ്റ്റ് വരുന്നതായാലും ഉപയോഗിച്ചാൽ മതി. അത് നന്നായി ഡ്രെയിൻ ചെയ്തതിന് ശേഷം വേണം ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ 250 ഗ്രാം മത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 250 ഗ്രാം ശർക്കര. ഇത് നമുക്ക് ഇനി ലെയർ ആയിട്ട് ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഫിൽ ചെയ്യാം. നന്നായി ചീവി വെച്ചിരിക്കുന്ന ശർക്കരയാണിത്. അപ്പോൾ ശർക്കരയുടെ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മീൻ എടുത്തേക്കണം അത്ര തന്നെ, അല്ലെങ്കിൽ അതിലധികം നമ്മൾ ശർക്കര ഇടണം. കുറഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം. കാരണം കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മീനിൽ നിന്ന് പുഴുക്കൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശർക്കരയുടെ ക്വാണ്ടിറ്റി ഒരിക്കലും കുറയാതെ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് അവസാനത്തെ ലെയർ ശർക്കര ഇടാം. അപ്പോൾ ശർക്കര മേലെ വരുന്ന പോലെ ഇട്ടാൽ നല്ലതായിരിക്കും. ഇത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നിറയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ ഫിഷ് അമിനോ ആസിഡിൻ്റെ വേണ്ടി നമ്മളിത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരാഴ്ച ഇടവേളയിൽ നമ്മളിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതിൽ വല്ല ഗ്യാസ് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പോകാനും, അതുപോലെ തന്നെ ഈ മീനും ശർക്കരയും നന്നായി മിക്സ് ആവാനും അത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ 30 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് വളമായി മാറും. അപ്പോൾ നമ്മൾ ഈ മീനും ശർക്കരയും കൂടി ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. ഈ 30 ദിവസത്തിനിടയിൽ എല്ലാ ആഴ്ചയിലും, അതായത് 7 ദിവസം കൂടുമ്പോൾ നമ്മൾ 1 ദിവസം ഇത് ഒന്ന് തുറന്നിട്ട് ഇതിൽ എയർ കളഞ്ഞ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പഴയതുപോലെ തന്നെ എടുത്തു വയ്ക്കും. പിന്നെ ഈ
ഫിഷ് അമിനോ കറക്റ്റ് പരിവമായോ എന്ന് അറിയാനായിട്ട് ഇതൊന്ന് തുറന്ന് സ്മെൽ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കറിയാം നമ്മൾ ആദ്യം മിക്സ് ചെയ്യുമ്പോൾ കൂടുതലും ആ മീനിൻ്റെ സ്മെല്ലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇതിങ്ങനെ ഇരുന്ന് ഈ മീനിൻ്റെ എല്ലാ സത്തും ഈ ശർക്കരയിലോട്ട് അലിഞ്ഞ് ചേർന്ന് കഴിയുമ്പോൾ ആ ഫിഷിൻ്റെ ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ ആ ശർക്കരയുടെ മണമാണ് നമുക്ക് മുന്നിട്ട് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ ഫിഷ് അമിനോ ഏകദേശം നല്ല പരുവത്തിൽ വന്നിട്ടുണ്ട്. മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഏകദേശം എല്ലാം അലിഞ്ഞ് ചേർന്ന് ഇതൊരു നല്ല വളമായി മാറിയിട്ടുണ്ട്. പിന്നെ മുള്ള് പോലത്തെ ഭാഗങ്ങളൊന്നും അലിഞ്ഞ് ചേരില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ അരിച്ച് പിഴിഞ്ഞെടുക്കണം. പിന്നെ ഇതിലൊരു സംശയം ഉണ്ടാവുന്നതാണ് ഇതിൽ പുഴു വരാൻ സാധ്യതയുണ്ടോയെന്ന്. പക്ഷേ ശർക്കരയുടെ അളവ് കറക്റ്റ് ആണെങ്കിൽ ഇതിലൊട്ടും പുഴു വരില്ല. അപ്പോൾ ശർക്കരയുടെ അളവ് ഒട്ടും കുറയാണ്ട് ശ്രദ്ധിക്കണം. ഇനി ഇത് അരിച്ച് പിഴിഞ്ഞെടുക്കാനായിട്ട് നമുക്കൊന്നെങ്കിൽ ഒരു പഴയ അരിപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറച്ച് അകലുള്ള എന്തെങ്കിലും ഒരു തുണി, ടോസ്റ്റിൻ്റെ പീസ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് അരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന പാത്രവും അതുപോലെ പിന്നീട് നമ്മൾ സൂക്ഷിച്ചെടുത്ത് വെക്കാൻ ഉപയോഗിക്കുന്ന ടിന്നും നല്ലവണ്ണം കഴുകി ഉണക്കിയെടുത്തിരിക്കണം. ഇതിലൊട്ടും തന്നെ ജലാംശം പാടില്ല. എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇത് കേട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് അരിച്ചെടുക്കുന്നത് നോക്കാം. എന്നിട്ട് ഈ പിഴിഞ്ഞ് താഴെ കൂടെ വരില്ലാതെ എടുത്ത് ഇവിടെ ഫിഷ് അമിനോ ഇത് അരിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരിവം എന്ന് പറയുന്നത്. ഇനി ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലോ ടിന്നിലോ എടുത്ത് വെച്ച് സൂക്ഷിക്കുക. ഒരു 6 മാസം വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഇത് ഒഴിക്കണത് അരിച്ചെടുത്തിട്ട് ബാക്കി വരുന്ന വേസ്റ്റ് കളയേണ്ട ആവശ്യമില്ല. ഇതും പച്ചക്കറികളുടെ ചൂട്ടിലൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ 1 മാസം മുമ്പ് ഉണ്ടാക്കി വെച്ച ഫിഷ് അമിനോ ആസിഡാണ് ചെടികളുള്ളത്. ഇത് 5 ml നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചാണ്. ഇത് 1 ലിറ്റർ വെള്ളം, നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 5 ml ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് ചെടിയുടെ വേരിൻ്റെ അവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ അഥവാ ഇത് മറ്റ് ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 2 ml ഫിഷ് അമിനോ ആസിഡ് എടുക്കണം. എന്നിട്ട് ആ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മളിപ്പോൾ 5 ml ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്കിത് ചെടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് കർഷകർക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ്. കാരണം പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് ഇത് പച്ചക്കറികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പച്ചക്കറികളിൽ നന്നായി പൂവിടാനും കായ്കളുണ്ടാകാനും പിന്നെ നല്ല ആരോഗ്യത്തോടെ അത് വളരാനും ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇത് മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാണ്. പക്ഷേ മാർക്കറ്റിൽ ഇത് കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ്. വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെടിയുടെ ചുവട്ടിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. അഥവാ ഇലകളിലേക്ക് ആണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇലകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഇലയുടെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഒക്കെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇത് വളരെ എളുപ്പത്തിൽ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതേ ചിലവൊന്നും ഇല്ലാത്തതാണ്. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക.